അപ്പർ റൂം പ്രയർ ലൈനിലൂടെ എനിക്കും ഒരു സാക്ഷിയായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ കർത്താവിന് ആദ്യമായി നന്ദി പറയുന്നു. അതുപോലെ ഈ അപ്പർ റൂം പ്രയർ ലൈനിന്റെ ഇൻചാർജ് ആയിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു, അതുപോലെ പ്രയർ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയ സന്ധ്യ സിസ്റ്റർ, അതുപോലെ എന്നെ ശ്രവിക്കുന്ന അമേരിക്കയിലും വിവിധ ഇടങ്ങളിലിരുന്ന് കർത്താവിന്റെ നാമത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ സിസ്റ്ററിലൂടെ കേൾക്കുവാനിടയായി 24 മണിക്കൂറും പ്രയർ ലൈനായി ഈ ഗ്രൂപ്പ് തുടർന്നൊന്ന് കേൾക്കുവാനിടയായി ദൈവത്തിന്റെ ആ വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിലും ഒരു സാക്ഷിയായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിലും ഇടയാക്കിയ മഹാസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് റീത്ത ജോയി. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ജോയി മോൻ. 2 മക്കളെ ദൈവം ദാനമായി നൽകിയിട്ടുണ്ട്. മൂത്തയാളെ ബെസ് ജോയി, ഇളയാളെ എഡ്വിൻ ജോയി. ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ കുടുംബമായി പഞ്ചാബിൽ മൊഹാലി ഡിസ്ട്രിക്റ്റിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഏകദേശം ഞാൻ ഈ ദേശത്ത് വന്നിട്ട് 18 വർഷം കഴിയുന്നു. കർത്താവിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രം ഈ ദേശത്ത് കർത്താവ് നിലനിർത്തിയിരിക്കുന്നു. വലിയ പ്രതിസന്ധികളുടെ മുമ്പിൽ, പരിശോധനകളുടെ മുമ്പിലും തളരാതെ നിൽക്കുവാൻ ദൈവം ഇന്നയോളം സഹായിക്കുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനത് നിങ്ങളോട് പ്രസ്താവിക്കാം. അതിനു മുമ്പ് കർത്താവ് എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നടത്തിയ ഒരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചിട്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചപ്പോൾ ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകനിലൂടെ വിളിച്ചു പറയുന്ന ഒരു വേദഭാഗമാണ് നാം ഈ രാത്രിയിൽ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. നാം വെള്ളത്തിൽ കൂടി കടക്കേണ്ടുന്ന സമയം, നാം നദികളിൽ കൂടെ കടക്കേണ്ടുന്ന അനുഭവങ്ങൾ, നാം തീയിൽ കൂടി നടന്നു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കടന്നു വരാം. പക്ഷേ അതിന്റെ മുൻപിലുള്ള വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിലനിൽക്കണമെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ മകളായി മകനായി തീർന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വരട്ടെ, കഷ്ടതയുടെ അനുഭവങ്ങൾ കടന്നു വരട്ടെ, പരിശോധനാ ഘട്ടങ്ങൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും എൻ്റെ കർത്താവിന്റെ സ്നേഹം നമ്മെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി നാം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ അനുഭവത്തോടുകൂടെ നാം ആയിരിക്കുമ്പോൾ ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം പലപ്പോഴും പരിശോധന ഘട്ടങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നാം പതറിപ്പോകാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുപോലെ നാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങളോടുകൂടെയുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകൾ, വേദനകൾ, അത് അനുഗ്രഹങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് യോബിന്റെ ജീവിതത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. യോബിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സഹിക്കാവുന്നതിൽ അധികമായി പരിശോധനകൾ വന്നപ്പോഴും യോബ് പിടിച്ചു നിന്നത് കൊണ്ട് ഹല്ലേലൂയ അവനെ ദൈവം ആദ്യത്തേതിലും ഇരട്ടിയായി ഹല്ലേലൂയ അനുഗ്രഹം കൊടുത്തു എന്ന് കാണുവാനായി സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ അനുഗ്രഹങ്ങൾക്ക് മാത്രമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയിലൂടെ ഒരു ശുദ്ധീകരണം നടക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. നാം ആദ്യമേ വചനം ശ്രവിച്ചു കൊണ്ടിരുന്നല്ലോ. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ പോലെ നാം പിറുപിറുക്കാതെ ഹല്ലേലൂയ ക്രിസ്തു തരുന്ന ഏത് സന്ധികളിലും ഏത് കഷ്ടതയുടെ നടുവിലും ഹല്ലേലൂയ നാം പതറിപ്പോകാതെ, ഹല്ലേലൂയ ദൈവത്തോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ, ഹല്ലേലൂയ ദൈവം തരുന്ന വേദനകൾ, കഷ്ടതകൾ സഹിച്ചുകൊണ്ട് നാം ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു. ഞാൻ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോടുമായി വേഗത്തിൽ ഹല്ലേലൂയ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ മാതാപിതാക്കളൊക്കെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ചവരാണ്. എന്നാൽ ഹല്ലേലൂയ എൻ്റെ പപ്പ മരണകരമായ ഒരു രോഗത്തിന് അടിമയായി തീർന്നു.
മരണത്തെ മുഖാമുഖമായി കണ്ട സമയം എൻ്റെ പ്രിയ പിതാവിന്റെ അടുക്കലേക്ക് ഒരു ദൈവദാസനെ ദൈവം കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. ആ ദൈവദാസനിലൂടെ ഹല്ലേലൂയ കേട്ട സുവിശേഷ ഹല്ലേലൂയ വചനപ്രകാരം എൻ്റെ പപ്പ യേശുവിനെ അറിയുവാനായിട്ടിടയായി തീർന്നു. താൻ അന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചതുകൊണ്ട് ആ മരണകരമായ രോഗത്തിൽ നിന്ന് എൻ്റെ പിതാവിനെ ദൈവം വിടുവിച്ചത് മുഖാന്തരം എൻ്റെ പ്രിയ പിതാവും മാതാവും ഒക്കെ ദൈവിക ഭാഗത്തേക്ക് കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യമേ നാം വചനത്തിൽ കേട്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന ഒരു ട്രാക്റ്റിലൂടെ, നമ്മൾ കൊടുക്കുന്ന ഒരു സുവിശേഷ ഘോഷണത്തിലൂടെ ചിലർ കഷ്ടം അനുഭവിക്കുമ്പോൾ അവർക്കൊരു വിടുതലായി മാറും. അതുപോലെ എൻ്റെ പ്രിയ പിതാവിനെയും സ്വർഗത്തിലെ ദൈവം വിടുവിച്ചു. അവർ യേശുവിനെ അറിയുവാൻ ഇടയായത് കൊണ്ട് ഞാൻ ജനിക്കുന്നതിന് മുൻപ് അവർ യേശുവിനെ അറിഞ്ഞത് കൊണ്ട് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ ദൈവം എനിക്കും ഭാഗ്യം നൽകി. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. കുഞ്ഞുനാൾ മുതൽ സൺഡേ സ്കൂൾ പഠിക്കുവാനും അതുപോലെ യൂത്തിന്റെ എല്ലാ കാര്യാദികളിലും വളരെ ആക്റ്റീവായി ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ സ്വർഗം ഇടയാക്കി. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ദൈവവചനം പ്രസംഗിക്കണം എന്നുള്ളത്. ഹല്ലേലൂയ. എൻ്റെ ആ ചെറിയ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം കണ്ടിരുന്നു. പക്ഷേ എൻ്റെ വിദ്യാഭ്യാസം 10th കഴിഞ്ഞു. പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിഷൻ എല്ലാം മാറി. എൻ്റെ ഒരൊറ്റ ആഗ്രഹം ഇതായിരുന്നു, എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ജോലി നേടണം, നല്ല ഒരു വിശ്വാസിയായി ജീവിക്കണം. ഹല്ലേലൂയ. എന്നെ ഈ തീരുമാനത്തിൽ എത്തിക്കാൻ കാരണം എൻ്റെ കുടുംബത്തിലെ കഷ്ടതകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവർ അനുഭവിക്കുന്ന വേദനകൾ കണ്ടിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ നല്ലൊരു വിശ്വാസിയായി ജീവിക്കാം. കർത്താവേ, എനിക്കൊരു നല്ല ജോലി വേണം. അതുപോലെ എനിക്ക് മറ്റു 3 സഹോദരങ്ങളുണ്ട്. 2 പേര് സഹോദരിമാരാണ്, ഒരു സഹോദരനുമുണ്ട്. എന്ന സഹോദരൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. താൻ ഗൾഫ് രാജ്യങ്ങളിൽ നന്നായിട്ട് ജോലി ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ വിളി കേട്ട് പ്രിയ സഹോദരൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ താൻ അനുഭവിക്കുന്ന വേദനകളും കഷ്ടങ്ങളും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. ഞാനൊരു നല്ല വിശ്വാസിയായി ജീവിക്കാം, എനിക്കൊരു ജോലി വേണം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എൻ്റെ തീരുമാനത്തിൽ ഞാൻ മുൻപോട്ട് പോയി. എൻ്റെ പിതാവിൻ്റെയും ഒരു ആഗ്രഹം ഇതായിരുന്നു, എന്നെ പഠിപ്പിച്ച് ഒരു നല്ല ഹല്ലേലൂയ ഒരു ജോലി മേടിക്കണം, അവൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. പക്ഷേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എൻ്റെ പിതാവിനും താല്പര്യമില്ലായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിന്റെ ഇഷ്ടം മറ്റൊന്നായിരുന്നു. പലവട്ടം ദൈവദാസന്മാരിലൂടെ ദൈവിക ആലോചന എന്നെ അറിയിച്ചു. പക്ഷേ അതിനൊന്നും കൂട്ടാക്കാതെ ഞാൻ ഈ ലോകത്തിന്റെ ഇച്ഛകൾക്ക് ഹല്ലേലൂയ ഒരു ജോലിക്ക് വേണ്ടിയും മറ്റും ഞാൻ ഓടുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞു ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ രാത്രി നിങ്ങളോട് പറയട്ടെ, ആ ഡിഗ്രി വിദ്യാഭ്യാസം എന്നെ കൊണ്ട് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ പിതാവിന് ഒരു അസുഖവും ഇല്ലായിരുന്നു. 2000-ൽ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി മാറി. ഹല്ലേലൂയ. കാരണം എൻ്റെ സകല അവസ്ഥകളും എൻ്റെ സകല ആവശ്യങ്ങളും നേടിത്തരുന്നത് എൻ്റെ പ്രിയ പിതാവായിരുന്നു. പക്ഷേ പപ്പയുടെ വേർപാട് താങ്ങുവാൻ കഴിയാതെ എന്ത് ചെയ്യണം, എങ്ങനെ ഇനി മുന്നോട്ട് പോകും, ഹല്ലേലൂയ, അങ്ങനെ ഒരു പ്രതിസന്ധിയിലായി തീർന്നു. കാരണം എൻ്റെ സഹോദരങ്ങളെല്ലാം വിവാഹം കഴിഞ്ഞു, അവർ മറ്റു ഭവനങ്ങളിലേക്ക് താമസം മാറി. ഞാനും എൻ്റെ മാതാവും ഭവനത്തിൽ ഒറ്റയ്ക്കായി തീർന്നു. അന്നെല്ലാം എൻ്റെ മാതാവ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, നീ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കണം. ഒത്തിരി ദൈവിക ആലോചന നിന്നോട് അറിയിച്ചിട്ടുണ്ട്, നീ സുവിശേഷ വേലയ്ക്കുള്ളവളാ. അതിനുവേണ്ടി നീ സമർപ്പിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും. പക്ഷേ മാതാവിന്റെ വാക്ക് കൂട്ടാക്കാതെ ഞാൻ എന്നും പ്രാർത്ഥിക്കും, ഒത്തിരി പ്രാർത്ഥിക്കും, വചനം പഠിക്കും, ചർച്ചിലൊക്കെ ഞാൻ ആക്റ്റീവാ. പക്ഷേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ വിട്ടുകൊടുക്കുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചു. പക്ഷെ ഞാൻ ഇവിടം വരെ എത്തിയത് എൻ്റെ പ്രിയ മമ്മിയുടെ കണ്ണുനീരാണ്. ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ 1 മണി 2 മണി സമയങ്ങളിൽ ഞാൻ കിടക്കുന്നതിൻ്റെ അരികിൽ വന്ന് മാതാവ് വാവിട്ട് നിലവിളിക്കുന്ന ചില കാഴ്ചകൾ കണ്ട് ഞാൻ ഉണരാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒത്തിരി മാതാക്കൾ ഇതിലുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അവരോട് എനിക്ക് പറയുവാനുള്ളത്, ഇപ്പോൾ നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്.
അപ്രകാരം എൻ്റെ മാതാവിന്റെ കണ്ണുനീർ മുഖാന്തരം ഹല്ലേലൂയ ഞാൻ ഈ ഹല്ലേലൂയ ഭാഗത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം കഴിയാൻ മുടങ്ങിപ്പോയത് കൊണ്ട് സഹോദരങ്ങൾ പറഞ്ഞു ഇവളെ വിവാഹം കഴിച്ചയക്കണം. ഒത്തിരി വിവാഹാലോചനകളൊക്കെ വന്നു, പക്ഷെ ഒന്നും നടക്കത്തില്ല. അങ്ങനെ ഞാൻ വളരെയധികം ഭാരത്തോടെ മുന്നോട്ട് പോകുന്ന സമയം 2005 ഒരു ഡിസംബർ മാസത്തിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ഞാനും ഒരാഴ്ചത്തെ ഉപവാസത്തോടു കൂടെ ആലയത്തിലേക്ക് പോയി. ഒത്തിരി പ്രതീക്ഷകളോടുകൂടെയാണ് കർത്താവിന്റെ സന്നിധിയിൽ അന്ന് ഞാൻ ഉപവസിക്കുന്നത്. ഞാൻ ദൈവത്തോട് ആദ്യമേ പറഞ്ഞു, ദൈവഹിതം ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ എന്നിൽ നിറവേറണം. അപ്രകാരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. ആ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനിലൂടെ ദൈവീകാലോചന ശക്തമായി ഇടപെടുവാൻ തുടങ്ങി. ഈ ചർച്ചിനകത്ത് ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം അവളെ കണ്ടിരിക്കുന്നു. അതും നോർത്ത് ഇന്ത്യയിൽ പോയി കർത്താവിന്റെ സുവിശേഷ വേല ചെയ്യണം. ഹല്ലേലൂയ, പ്രവചനമല്ലേ. ഒത്തിരി പേർ ഹല്ലേലൂയ എഴുന്നേറ്റു. എന്നാൽ ഞാൻ മാത്രം ബൈബിളിൽ നോക്കി ഹല്ലേലൂയ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ദൈവാത്മാവ് 3 വട്ടം ആ ദൂത് ആവർത്തിച്ചു. അറിയത്തില്ല പ്രിയ ദൈവമക്കളെ, എന്നെ ആരോ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ ഞാൻ ആ ദൈവസന്നിധിയിൽ അന്ന് എഴുന്നേറ്റു. ആ ദൈവദാസൻ പറഞ്ഞു, യഥാർത്ഥ കുട്ടി ഇപ്പോഴാണ് ഫ്രണ്ടിലോട്ട് വരുന്നത്. ഹല്ലേലൂയ. അന്ന് അവിടെ കൂടിയിരുന്ന ജനം, ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു, കർത്താവെ, ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അന്ന് 2005 ഡിസംബർ മാസത്തിലാണ് ഞാൻ കർത്താവിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നത്. അന്ന് ആ ദൈവദാസൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, പല മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളും നിന്റെ ജീവിതത്തിൽ ദൈവം നന്മയ്ക്കായി ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നീ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഞായറാഴ്ച നിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയുടെ ദിനങ്ങളാണെന്ന് ദൈവാത്മാവിലൂടെ അറിയിക്കുവാനായിട്ട് ഇടയായി. ആ ദൈവദാസൻ പറഞ്ഞ ആലോചന പ്രകാരം ഞങ്ങൾ ആരാധനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ ഇപ്പോൾ എന്നെ വിവാഹം കഴിച്ചിരിക്കുന്ന പാസ്റ്റർ ജോയ് മോൻ അന്ന് ചില വ്യക്തികളുമായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ദൂരവേ കാണുമ്പോൾ തന്നെ എൻ്റെ മാതാവ് എൻ്റെ സഹോദരനോട് ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു, മോനെ, എനിക്ക് ദൈവം ദർശനം നൽകിയ മകനാണ് ആ വരുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ വാക്കുറപ്പിക്കണം. ഹല്ലേലൂയ. എല്ലാം ദൈവഹിതമെന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അന്ന് എന്നോട് ഇപ്രകാരം 2 ക്വസ്റ്റ്യൻ പ്രിയ ദൈവദാസൻ എന്നോട് ചോദിച്ചു. നോർത്ത് ഇന്ത്യയിൽ വരാൻ താല്പര്യമുണ്ടോ? 2-ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പട്ടിണി കിടക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അന്ന് മാതാവൊക്കെ ബുദ്ധിമുട്ടിലാണെങ്കിലും പട്ടിണി കൂടാതെ ഞങ്ങളെ വളർത്തിയിരുന്നു. അതുകൊണ്ട് പട്ടിണിയുടെ വില എന്തെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അന്ന് ചിരിച്ചു. ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, 2006 ഏപ്രിൽ 20-ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. 2 ആഴ്ച നാട്ടിൽ നിന്നിട്ട് ഞങ്ങൾ കുടുംബമായി പഞ്ചാബിലേക്ക് യാത്ര തിരിച്ചു. ഹല്ലേലൂയ. ഭാഷ അറിയത്തില്ല, ഹിന്ദിയോ പഞ്ചാബിയോ അറിയത്തില്ല. ഞാൻ വളരെയധികം ഒരു സൈഡിൽ നിരാശയുണ്ട്. എങ്കിലും എൻ്റെ ചിന്ത കഷ്ടതകളൊക്കെ മാറി വലിയ നന്മയ്ക്കായിരിക്കാം എന്നുള്ള ചിന്തയോടുകൂടെ ഞാൻ അവിടെ നിന്ന് ഹല്ലേലൂയ യാത്ര തിരിച്ചു. വഴിമധ്യത്തിൽ തന്നെ ഹല്ലേലൂയ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് രോഗിയായി മാറി. ട്രെയിനിൽ വെച്ച് 3 ദിവസം യാത്ര ചെയ്യണം ട്രെയിനിൽ. ഹല്ലേലൂയ. മരണത്തോട് മല്ലടിക്കുന്ന ഒരു അനുഭവം പ്രിയ ദൈവദാസന്റെ മേലുണ്ടായി. അന്ന് ഞാൻ ദൈവത്തോട് ഒരു ചോദ്യം അന്ന് ചോദിച്ചു, കർത്താവെ, ഇതിനായിട്ടാണോ നീ എന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നത്? ഹല്ലേലൂയ. അന്ന് ചോദിച്ചതാ. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ദൈവത്തോട് ഒരു വാക്കും ചോദിച്ചിട്ടില്ല. കാരണം ദൈവം ഇന്നയോളം നടത്തി. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വേദനയുടെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ ഈ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ അവർ പറയുന്ന ഭാഷകൾ എനിക്ക് അറിയത്തില്ല. ഹിന്ദി അല്പമൊക്കെ മനസ്സിലാവും, തിരിച്ചു പറയാൻ അറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഏകദേശം 3 മാസത്തോളം ഒളിച്ചിരിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. കാരണം ഇവിടെയുള്ള പഞ്ചാബി എനിക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. അവർ എന്ത് ചോദിക്കുന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. കർത്താവിനോട് പ്രാർത്ഥിച്ചു. അന്ന് ദൈവം എനിക്ക് ഇപ്രകാരം ഒരു ബുദ്ധി നൽകി, മലയാളം ബൈബിളും ഹിന്ദി ബൈബിളും ചേർത്ത് പഠിക്കുവാൻ. അങ്ങനെ ഞാൻ അത് വായിച്ചു. എന്നാൽ കർത്താവിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രം ഞാൻ പറയട്ടെ, ഇന്ന് ഹിന്ദിയിൽ പ്രസംഗിക്കാനും
വർഷിപ്പ് ലീഡ് ചെയ്യുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ജ്ഞാനം നൽകി. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കൃപ ഒന്നു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്രകാരം ഞാൻ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരുന്നു. ഞാൻ നാട്ടിൽ 300ഓളം പേർ കൂടിയിരുന്നെടുത്ത് ആരാധിച്ച ഹല്ലേലൂയ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ വെറും 3 വിശ്വാസികളുണ്ട്. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. അന്ന് കർത്താവിന്റെ ദാസൻ എന്നെ ബലപ്പെടുത്തി. നോർത്ത് ഇന്ത്യയിൽ വളരെ ബുദ്ധിമുട്ടാണ്, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്, ഹല്ലേലൂയ, ധൈര്യമായിരിക്കാം. ഹല്ലേലൂയ. അന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഈ ദേശത്ത് നിൽക്കണമെങ്കിൽ ഒത്തിരി പ്രാർത്ഥനയുടെ ഹല്ലേലൂയ ആഴം നീ കൂട്ടണം. അപ്രകാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ജീവിതത്തിന്റെ മേഖലകളിൽ ഒന്നിനു പിറകെ ഒന്നായി ഒത്തിരി പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. ഹല്ലേലൂയ. അന്ന് ദൈവദാസൻ പറഞ്ഞല്ലോ, പട്ടിണി കിടക്കാൻ പറ്റുമോ? ആ ഘട്ടങ്ങളിൽ ഞാൻ എത്തിച്ചേർന്നു. പക്ഷേ അന്ന് ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചു ആഹാരത്തിന്റെ വില എന്തെന്നും ഒരു ക്രിസ്തീയ ജീവിതം എന്തെന്നും ദൈവം എന്നെ പഠിപ്പിക്കുന്ന ഒരു വഴിയായിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. വളരെയധികം നിരാശയോടുകൂടെ പലപ്പോഴും കഴിഞ്ഞുപോയ അനുഭവങ്ങളുണ്ട്. എങ്കിലും ഹല്ലേലൂയ പിറുപിറുക്കാതെ ദൈവം നൽകുന്നത് സന്തോഷത്തോടെ സഹിക്കാനുള്ള ഒരു കൃപ ദൈവം അന്ന് മുതൽ എനിക്ക് നൽകി. ഞാൻ ഇവിടെ കടന്നു വന്ന് 18ാം ദിവസമായപ്പോൾ ഞാൻ രോഗിയായി മാറി. ഹല്ലേലൂയ. ഡിസ്ക് കംപ്ലൈന്റ് ആയി 2 ആഴ്ച കിടപ്പിലായി. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്താ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത്? അന്ന് ദൈവാത്മാവ് ഒരാലോചനയായി ഞങ്ങളോട് പറഞ്ഞത്, നീ ഇവിടെ നിന്ന് ഓടിപ്പോകരുത്, ഈ ദേശത്ത് നിങ്ങളെ ഞാൻ അവകാശിയാക്കി മാറ്റും. ഹല്ലേലൂയ. കർത്താവ് നൽകുന്ന 2006-ൽ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദത്തമായിരുന്നു, ഈ പഞ്ചാബിൽ കുറാളി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഞങ്ങളെ ദൈവം അവകാശികളാക്കി മാറ്റുമെന്ന്. എന്നാൽ ഹല്ലേലൂയ, ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളും വേദനകളൊക്കെ കടന്നു വന്നു. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് തലമുറകളെ ലഭിക്കത്തില്ല എന്ന്. ആ സമയം ഞങ്ങൾ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ഒരാൺ പൈതലിനെ ദൈവം ദാനമായി തന്നാൽ അവനെ പൂർണ്ണ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ കർത്താവെ സമർപ്പിച്ചേക്കാം. ഹല്ലേലൂയ. അപ്രകാരം ദൈവം ഞങ്ങളുടെ യാചന കേട്ടു. 2007-ൽ ഞങ്ങൾക്കൊരാൺ തലമുറയെ സ്വർഗത്തിലെ ദൈവം ദാനമായി തന്നു. അവന്റെ ജന്മദിനം മുതൽ ഹല്ലേലൂയ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഘട്ടങ്ങളായിരുന്നു. ഹല്ലേലൂയ. അവനെ ഹല്ലേലൂയ പ്രഗ്നന്റ് ആയിരുന്ന സമയം ഒത്തിരി വേദനകൾ ഞാൻ സഹിച്ചു. ഹല്ലേലൂയ. ശരീരത്തിൽ ബ്ലഡ് 4 ഗ്രാം 6 ഗ്രാമായി മാറി. അപ്രകാരം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട ജീവിതമുണ്ടായിരുന്നു. കാരണം നന്നായിട്ട് ഭക്ഷിപ്പാനോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. പലപ്പോഴും പലത് കണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നാൽ പുറത്തു പറയത്തില്ല. കണ്ണുനീരോടെ ദൈവത്തോട് പറയും, കർത്താവെ, സഹിപ്പാനുള്ള ശക്തി തരണമേ എന്ന്. അങ്ങനെ എന്നെ ഡെലിവറിക്ക് വേണ്ടി നാട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ശരീരത്തിൽ ബ്ലഡ് കുറവാണ്. എന്നാൽ എൻ്റെ കർത്താവിന്റെ കൃപയാൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തന്നു. പക്ഷേ എന്നെ ഡെലിവറി റൂമിലേക്ക് കയറ്റുമ്പോൾ ഹല്ലേലൂയ ഒരു ട്രിപ്പ് ഒരു നേഴ്സ് ഇടുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ ആ ട്രിപ്പ് അവർ ചെയ്തത് അത് മാറിപ്പോയായിരുന്നു. അങ്ങനെ ഹല്ലേലൂയ മരണത്തോട് ഞാൻ മല്ലടിക്കുന്ന അനുഭവം. ഒരു ഡോക്ടറെയോ നേഴ്സിനെയോ എനിക്ക് വിളിക്കാൻ കഴിയത്തില്ല. എൻ്റെ ശബ്ദമെല്ലാം നിലച്ചു. ഒരു വെട്ടൽ മാത്രമേ ശരീരത്തിലുള്ളൂ. ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന് എന്താ സംഭവിച്ചേ? അവർ നോക്കുമ്പോൾ മരുന്ന് മാറിക്കിടപ്പുണ്ട്. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ അവർ അതിന് എതിരായി 2 പ്രതിരോധ ട്രിപ്പ് നൽകി. അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവൻ ഹല്ലേലൂയ തിരിച്ച് ഹല്ലേലൂയ ലഭിക്കുവാനായിട്ടിടയായി. ആ സാഹചര്യത്തിലും തലമുറയെ തരത്തില്ലെന്ന് പിശാച് വാദിച്ചപ്പോഴും കർത്താവിന്റെ കൃപ അനുദിനവും കൂടെയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വേദനകൾ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ അന്നും ദൈവം എന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. കുഞ്ഞിന് 3 മാസമായപ്പോൾ ഞങ്ങൾ മടങ്ങി പിന്നെയും പഞ്ചാബിലേക്ക് വന്നു. അവന് ഞങ്ങൾക്ക് ഹല്ലേലൂയ, ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി മാത്രമാണ്. ഒരു ഗ്ലാസ് പാല് വാങ്ങാൻ കാശില്ലാതിരിക്കുമ്പോൾ പല ഹല്ലേലൂയ ഏലിയാവിനെ ദൈവം പോറ്റിയതുപോലെ ചിലരെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവം കൊണ്ടുവരും. നാം പ്രസംഗിക്കാറുണ്ടല്ലോ, ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഏലിയാവിന്റെ ദൈവം മാത്രമല്ല, നമ്മുടെയും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അന്ന് മാത്രമല്ല, ഇന്നും ദൈവ പ്രവർത്തി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില സമയങ്ങളിൽ ഞാൻ ദിവസങ്ങളിൽ ഓർക്കുന്നത്, ഒത്തിരി വട്ടം ഹല്ലേലൂയ ചിലപ്പോൾ അല്പം ഞങ്ങൾക്ക് അരി കാണും, ഞങ്ങൾ ചോറ് വെച്ചിട്ട്
ഹല്ലേലൂയ കറിയില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ സിക്കുകാർ ഞങ്ങൾക്ക് കറി കൊണ്ട് തന്ന ദിനങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ദൈവം ഞങ്ങളെ നടത്തി, ഈ ദേശത്ത് ദൈവം നിലനിർത്തി. ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം. അങ്ങനെ ഞങ്ങളുടെ ചർച്ച് വളരുവാൻ തുടങ്ങി. ഏകദേശം 40-45ഓളം പേർ ആരാധനയ്ക്ക് കൂടി വന്നു. വളരെയധികം സന്തോഷമായി. കർത്താവ് ഞങ്ങളെ ഓർക്കുന്നു, കഷ്ടതയുടെ നടുവിലും ദൈവം നിലനിർത്തുന്നു എന്നുള്ള വളരെ ധൈര്യത്തോടുകൂടെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഹല്ലേലൂയ. ഞങ്ങളുടെ മൂത്ത കുഞ്ഞിന് 4 വയസ്സായപ്പോൾ ഞങ്ങൾക്കൊരു ഒരു പൈതലിനെ കൂടെ ദൈവം ദാനം തന്നു. ഹല്ലേലൂയ. 2 ആൺമക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ. എന്നാൽ ഇളയ കുഞ്ഞിന്റെ ഡെലിവറി സമയത്ത് ഹല്ലേലൂയ ഞാൻ ജീവിക്കയില്ല, ഇനി അവളുടെ ജീവൻ തിരിച്ചു ലഭിക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് ആംബുലൻസ് വരെ ഒരുക്കി നിർത്തിയ ഒരു സമയമായിരുന്നു. മറ്റൊന്നുമല്ല, ഒരു ഡോക്ടറുടെ കൈപ്പിഴ കൊണ്ട് എൻ്റെ യൂട്രസ് അല്ലെങ്കിൽ ഏകദേശം അറ്റുപോകുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. 6 മണിക്കൂറോളം നീണ്ടു നിന്ന ബ്ലീഡിങ്ങിനൊടുവിൽ അവർ 23 സ്റ്റിച്ച് ഇട്ട് അതിനെ കൂട്ടിച്ചേർത്തു. പക്ഷെ അവർ പറഞ്ഞു, ഇവളുടെ ജീവൻ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. അച്ചായനെ ഒക്കെ അകത്ത് കയറ്റി കാണിച്ചു. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട് ആ മരണത്തിന്റെ നടുവിലും ദൈവം എന്നെ വിടുവിച്ചു. ദൈവജനം നമ്മൾ അപ്രകാരം വായിക്കുന്നല്ലോ, എൻ്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ കർത്താവിന്റെ വഴികൾ. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ ദൈവത്തിന്റെ കരം ഓരോ നിമിഷവും ദൈവം കൂടെ ഇരുന്ന് നടത്തിക്കൊണ്ടിരുന്നു. ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ ഈ പഞ്ചാബിൽ നിന്ന് നാട്ടിലേക്ക് കേരളത്തിലേക്ക് മടങ്ങിപ്പോയാൽ എന്ത് എന്ന് ചോദിച്ച പല അനുഭവങ്ങൾ ചിന്തിച്ച വേളകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും വളരെയധികം പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. മക്കൾക്ക് നല്ല ആഹാരം കൊടുക്കാനില്ല, നല്ല വസ്ത്രം കൊടുക്കാനില്ല. ഹല്ലേലൂയ. ആരെങ്കിലും പഴകിയ വസ്ത്രങ്ങൾ നൽകിയാൽ അതുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നയിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അന്ന് ക്രിസ്തുവിന് വേണ്ടി വിശ്വാസത്തോടെ ആദ്യമേ വചനത്തിലൂടെ നാം കേട്ടല്ലോ, ഇസ്രായേൽ മക്കളെ പോലെ പിറുപിറുക്കാതെ നിന്നതുകൊണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ പിറുപിറുത്തു, അവർക്ക് നല്ലത് കിട്ടിയിട്ടും പിറുപിറുത്തു. പക്ഷേ ഹല്ലേലൂയ അന്ന് ദൈവത്തോട് തിരിച്ചു ചോദ്യം ചോദിക്കാതെ നിന്നതുകൊണ്ട് കർത്താവ് ഈ 2025 വരെയും ഞങ്ങളെ നിലനിർത്തി. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. പലപ്പോഴും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാൻ മനസ്സില്ലാതെ സുവിശേഷ ഘോഷണത്തിൽ ഹല്ലേലൂയ പങ്കാളികളായി തീരുവാൻ കഴിയാതെ പലപ്പോഴും പിന്മാറി പോകാറുണ്ട്. ഹല്ലേലൂയ. പ്രിയ സന്ധ്യസിസ്റ്ററിലൂടെ എനിക്ക് കേൾക്കാൻ ഇടയായത് കോവിഡ് സമയം മുതൽ ഈ പ്രെയർ ലൈൻ നടക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. പലതും വഴിയിൽ വെച്ച് അസ്തമിച്ചു പോയപ്പോൾ ഹല്ലേലൂയ ഇതിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെ ദൈവം ഒരുക്കിയിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ വിശ്വസ്തത അത് ഒത്തിരി വലുതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. അങ്ങനെ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടെ കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൻ UKG പഠിക്കുന്ന സമയം അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് രോഗിയായി ഭവനത്തിലേക്ക് വന്നു. അവനോട് ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല, അവൻ കണ്ണു തുറക്കുന്നില്ല. ശരീരം മൊത്തത്തിൽ നീരടിച്ച ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾക്കറിയത്തില്ല അവൻ എന്തോ പറ്റിയെന്ന്. വല്ലാത്ത ഛർദിലും ലൂസ് മോഷനും. ഞങ്ങൾ പെട്ടെന്നൊരു ഡോക്ടർ അടുക്കലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ജീവൻ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അവിടുത്തെ മെഡിക്കൽ കോളേജ്, ചണ്ഡീഗഡിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. ഹല്ലേലൂയ. ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. കാരണം ഡോക്ടർ പറഞ്ഞു ഇവന്റെ പ്ലേറ്റഡ് 16,000 കുറഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. രക്ഷപ്പെടുവാൻ യാതൊരു സംഗതിയുമില്ല. ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ കരത്തിൽ ഒന്നുമില്ല, ഞങ്ങൾ ഈ സമയം എന്താ ചെയ്യേണ്ടേ? അന്ന് രാത്രി മുഴുവനും കുഞ്ഞിനെ മടിയിൽ കിടത്തി ഞങ്ങൾ വാവിട്ട് നിലവിളിച്ചു, കർത്താവേ നാളത്തെ പ്രഭാതം വരെ ഞങ്ങളുടെ കുഞ്ഞിനെ നീ കാക്കണം. ഹല്ലേലൂയ. അന്ന് രാത്രി ഞങ്ങൾ ഒരു വിശ്വാസി പയ്യനോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ മകനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഞങ്ങളുടെ കരത്തിൽ സാമ്പത്തികമില്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ കയ്യിൽ നിന്ന് 500 രൂപ വാങ്ങി, എങ്ങനെയെന്നറിയത്തില്ല, ഞങ്ങൾക്കുള്ള ബൈക്കിൽ ഹല്ലേലൂയ ആ വിശ്വാസി പയ്യൻ അവനെ മടിയിൽ കിടത്തി പാസ്റ്റർ ഡ്രൈവ് ചെയ്തു എങ്ങനെയോ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു 750 രൂപ വേണം ഒരു ഫയൽ എടുക്കാൻ. ഞങ്ങൾ വാവിട്ട് നിലവിളിച്ചു. ഞാൻ എൻ്റെ ഇളയ കുഞ്ഞ് 2.5 മാസം പ്രായം ഭവനത്തിൽ, പാസ്റ്റർ കുഞ്ഞുമായി ഹോസ്പിറ്റലിൽ. ഹല്ലേലൂയ. പ്രിയ ദേവദാസന്റെ ഈ ഫോൺ കോൾ എൻ്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കി.
എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഒത്തിരി കുഞ്ഞുങ്ങളെ മരിച്ചെടുത്തുകൊണ്ട് പോകുന്നു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ഒരമ്മയ്ക്ക് പകരമായി അവിടെ ഒരു കർത്താവിന്റെ ദാസന്റെ വൈഫിനെ നേഴ്സാക്കി ദൈവം കണ്ടിരുന്നു. ആ ദൈവദാസിയിലൂടെ ദൈവാത്മാവ് സംസാരിച്ചു. ഒരമ്മയ്ക്ക് അമ്മയായി ഹല്ലേലൂയ ആ സഹോദരി ഞങ്ങൾക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ, അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ ചിലവാക്കേണ്ട എല്ലാ നന്മകളും സ്വർഗത്തിലെ ദൈവം നൽകി. ഹല്ലേലൂയ, നിന്ദിക്കപ്പെടുന്നവരുടെ മുൻപിൽ, ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ നടത്തി. ഞങ്ങളുടെ കുഞ്ഞിനെ ഐസിയുവിലേക്ക് ഹല്ലേലൂയ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 5 ദിവസം അവൻ കണ്ണു തുറന്നില്ല, അവൻ വെള്ളം കുടിക്കത്തില്ല. ഹല്ലേലൂയ, അവനെ എല്ലാം മിഷനെല്ലാം കടുപ്പിച്ച് അവനെ കിടത്തിയിരുന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് അവനെ ചോദിച്ചു വാങ്ങിയത്. അവന്റെ ഹല്ലേലൂയ ജീവന് വിരോധമായി ശത്രു പ്രവർത്തിക്കുവാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ, അങ്ങനെ അവന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു. പക്ഷേ മരണത്തിന് ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഒരു ശനിയാഴ്ച രാത്രി ഞങ്ങൾ ഒത്തിരി ദൈവദാസന്മാരോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ ഈ ഇങ്ങനത്തെ അവസ്ഥയിലായിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയാൽ ഒരു ശനിയാഴ്ച രാത്രിയിൽ കർത്താവിനോട് പറഞ്ഞു, പിതാവേ, നാളത്തെ പകൽ ഞങ്ങൾക്ക് ആരാധിക്കേണ്ടതാണ് അങ്ങയെ, ഈ ശനിയാഴ്ച അങ്ങ് വിടിവിക്കണം. അത്ഭുതമെന്ന് പറയട്ടെ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, അന്ന് രാത്രിയിൽ ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ആ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. ഡോക്ടർമാർക്ക് പോലും അതിശയമായി ഈ കുഞ്ഞെങ്ങനെ രക്ഷപ്പെട്ടു. അന്ന് അവരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ സ്വർഗം ഇടയാക്കി. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ഹല്ലേലൂയ നൽകുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അതേ പ്രിയ ദൈവമക്കളെ, നമ്മെ ദൈവം പേർ ചൊല്ലി വിളിച്ചുവെങ്കിൽ ഹല്ലേലൂയ, ദൈവം അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. ഞാൻ ഇത് പറയുന്നതിന്റെ കാരണം, ഒന്നിന് പിറകെ ഒന്നായി ഈ ദേശത്ത് സുവിശേഷ വേല ചെയ്യാതെ ഹല്ലേലൂയ നാട്ടിലേക്ക് മടങ്ങാൻ പിശാച് പല തന്ത്രങ്ങളും പ്രയോഗിച്ചു. പക്ഷെ അവിടെയെല്ലാം കർത്താവിന്റെ കരത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ ഹല്ലേലൂയ സന്തോഷത്തോടുകൂടെ കർത്താവിന്റെ വേല ചെയ്തു. ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന വഴികളെ എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം ഇന്നും കുറുതായിട്ടില്ല. ഹല്ലേലൂയ, പ്രകാരം ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ കർത്താവിന്റെ വേല ചെയ്ത് ഏകദേശം 50ഓളം പേർ കവിഞ്ഞു. അതിൽ ഞങ്ങൾ ഇപ്രകാരം ചിന്തിച്ചു, ഞങ്ങൾക്ക് അല്പ സ്ഥലം വാങ്ങണം, ഒരു ചെറിയ ചർച്ച് പണിയണം. വളരെയധികം ആഗ്രഹത്തോടെ 2014 ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്രകാരം ഞങ്ങൾ ചെന്നൊരു സ്ഥലം കണ്ടു. വളരെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഭവനത്തിലേക്ക് വന്നു. ഞങ്ങളെ സഹായിക്കുന്ന പലരോട് ഇപ്രകാരം പറഞ്ഞു. എന്നാൽ അന്ന് രാത്രിയിൽ ഞങ്ങൾ സ്ഥലമെല്ലാം കണ്ട് രാത്രി ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ അന്ന് രാത്രിയിൽ എനിക്ക് കിടക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത ശ്വാസം മുട്ടലും ശരീരത്തിന് വല്ലാത്ത അസ്വസ്ഥതയാൽ ഞാൻ ഭാരപ്പെട്ടു. എന്നാൽ എന്താണെന്ന് ഹല്ലേലൂയ അറിയത്തില്ല. ഹല്ലേലൂയ, ജീവിതത്തിൽ വല്ലാത്ത ഒരു ഭാരം. ഹല്ലേലൂയ, പെട്ടെന്ന് പ്രഭാതത്തിൽ ഒരു ഡോക്ടറുടെ അടുക്കലേക്ക് കൊണ്ടുചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഇവർക്ക് മരുന്നൊന്നും കൊടുക്കരുത്. ഹല്ലേലൂയ, പെട്ടെന്ന് ഒരു മാമോഗ്രാമിന് വിധേയമാക്കണം. കാരണം എന്റെ ബ്രസ്റ്റിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു. വർഷങ്ങളായി അത് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കാര്യമാക്കാതെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇപ്രകാരം പോവുകയായിരുന്നു. ഹല്ലേലൂയ, അവർ മാമോഗ്രാം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് ഒരു അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അൾട്രാസൗണ്ടിൽ അവർ പറഞ്ഞു, മോളെ, ഹല്ലേലൂയ, വിഷയം ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെന്റിന് പറ്റത്തില്ല, ചണ്ഡീഗഡ് 32 ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ എന്നെ ബയോപ്സിക്ക് വിധേയമാക്കി. ഹല്ലേലൂയ, ഒരാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. പ്രാർത്ഥനയോടെ മടങ്ങി വന്നു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ റിസൾട്ടിന് ചെല്ലുമ്പോൾ ഹല്ലേലൂയ, അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടായി പോയെ. Praise the Lord Jesus. Amen. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സോറി സിസ്റ്ററെ, ഒരു കോൾ കയറി വന്നത്. അപ്രകാരം എന്നെ ഇപ്രകാരം ഈ ബയോപ്സിയുടെ റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ആ സമയം റിപ്പോർട്ട് കരത്തിൽ ലഭിച്ചപ്പോൾ പ്രിയ അച്ചായൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, റിപ്പോർട്ട് എന്നെ കാണിച്ചില്ല, എന്നോട് പറഞ്ഞു,
നാം ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി. നീ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ആയതിനാൽ ധൈര്യമായിരിക്കുവാൻ ഹല്ലേലൂയ എന്നോട് പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത്. ഡോക്ടർ എന്നെ അകത്ത് വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, മോളെ നിന്റെ റിസൾട്ട് വന്നു, നിനക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അതും 3-ാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് 4-ാമത്തെ സ്റ്റേജിന്റെ തുടക്കമാണ്. അതുകൊണ്ട് അത് സ്പ്രെഡായി കാണും. നിന്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം. ഏകദേശം 22ഓളം കീമോതെറാപ്പിയും 60 റേഡിയേഷനും ആ ഡോക്ടർ അന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ അന്ന് അല്പമായ ഒരു നിരാശ എന്റെ ജീവിതത്തിലുണ്ടായി. കാരണം രണ്ടും ചെറിയ മക്കളായിരുന്നു, 7ഉം 4ഉം വയസ്സ് പ്രായം. കർത്താവെ, കുഞ്ഞുങ്ങളുടെ കാര്യം എന്താവും? പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇപ്രകാരം വന്നു, ഹല്ലേലൂയ, ഏത് നഷ്ടം കഷ്ടം വന്നാലും ദൈവം നടത്തുവാൻ ശക്തനാണ്. അന്ന് ഞാൻ ദൈവകരത്തിൽ ഏൽപ്പിച്ചു. പാസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കരയത്തില്ല. അന്ന് മുതൽ ദൈവത്തിൽ പ്രത്യാശ വെച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഒത്തിരി വട്ടം ഈ വിഷയത്തിന് വേണ്ടി ഉപവസിച്ചു പ്രാർത്ഥിച്ചു, ഈ അസുഖമൊന്നും മാറാൻ വേണ്ടി. കാരണം ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള സാമ്പത്തികം ഞങ്ങളുടെ കരത്തിലില്ല. പക്ഷെ ദൈവാത്മാവ് എനിക്ക് 3 വട്ടം എന്നെ ദർശനം കാണിച്ചു. എന്നെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. എന്നെ ഓപ്പറേഷന് വിധേയപ്പെടുത്തുന്ന ചില കാഴ്ചകൾ ദൈവാത്മാവ് എന്നെ കാണിച്ചു. അപ്രകാരം ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോളെ, ഒരു തീച്ചൂളയുടെ അനുഭവത്തിലൂടെ നീ കടന്നു പോകേണ്ടുന്ന സാഹചര്യം വരും. പക്ഷേ ദൈവസന്നിധിയിൽ അകന്നു പോകരുത്, പിറുപിറുക്കുകയും ചെയ്യരുത്. അന്ന് എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ എന്തോ പദ്ധതി ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ അന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നാൽ മലയാളി പാസ്റ്റേഴ്സ് ഞങ്ങളോട് ഇപ്രകാരം പറഞ്ഞു, ചണ്ഡീഗഡിൽ ട്രീറ്റ്മെന്റ് ചെയ്യരുത്, ക്യാൻസർ ആണ്, എത്രയും വേഗത്തിൽ ട്രിവാൻഡ്രം RCC ഹോസ്പിറ്റലുകളെ എത്തിക്കണം. ഹല്ലേലൂയ. അന്ന് ഞങ്ങൾക്ക് നാട്ടിൽ പോകാനുള്ള യാതൊരു വഴിയും ഞങ്ങളുടെ മുമ്പിലില്ല. കാരണം 4 പേർക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കണം. കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഞങ്ങൾ എന്താ ഈ ചെയ്യേണ്ടേ? അന്ന് ഞങ്ങൾ രാത്രിയിൽ പ്രാർത്ഥിച്ചു കിടന്നു. പ്രഭാതത്തിൽ ഞങ്ങളുടെ ഫോണിൽ ഒരു ഫോൺ കോൾ വന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ചോദിച്ചു, ആരാ? അപ്പൊ പറഞ്ഞ, ബഹറിൽ നിന്ന് ഒരാൾ വിളിക്കുകയാ. ഹല്ലേലൂയ. എന്താ പാസ്റ്റർ എന്താ ബ്രദറെ എന്ന് ചോദിച്ചു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ എല്ലാം വിശദീകരിക്കേണ്ട സമയമില്ല, ദൈവം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചതാ. ഞാൻ നിങ്ങളുടെ കുറാളിയിലുള്ള മുത്തൂറ്റ് ബാങ്കിലേക്ക് ചെല്ലുക. അവിടെ ഒരു നമ്പരും തന്നിട്ട് പറഞ്ഞു, ഇത് അവിടെ കൊടുത്താൽ മതി, നിങ്ങൾക്ക് വേണ്ടി ചില സഹായം അവർ ചെയ്യും. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ 15,000 രൂപ ആ വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി ആ മുത്തൂറ്റ് ബാങ്കിൽ അയച്ചിട്ടുണ്ട്. ഇന്നും ഞങ്ങൾക്ക് ആ വ്യക്തിയെ അറിയത്തില്ല. എല്ലാം ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്, വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്രകാരം ഹല്ലേലൂയ ഞങ്ങൾ പിറ്റേന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. വഴിമധ്യത്തിൽ പലവിധമാകുന്ന ചിന്തകളുണ്ട്. എങ്ങനെയാണ് ഈ ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടേ? ലക്ഷങ്ങൾ വേണമെന്ന് പറയുന്നു. കർത്താവെ, സകലതും നീ അറിയുന്നു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം അങ്ങ് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കടന്നുപോയി. എന്നാൽ ഒരു ചൊവ്വാഴ്ച ഞങ്ങൾ നാട്ടിലെത്തി. ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ എന്റെ സഹോദരൻ ഇപ്രകാരം പറഞ്ഞു, 10 സെന്റ് സ്ഥലമുണ്ട്, അത് വിൽക്കാം. പക്ഷേ അബ്രഹാം അന്ന് ഹല്ലേലൂയ പറഞ്ഞതുപോലെ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇപ്രകാരം പറഞ്ഞു, ആരും എനിക്ക് വേണ്ടി സ്ഥലം വിൽക്കണ്ട, യഹോവ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. വിശ്വാസത്തിന്റെ വാക്കുകളായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ചൊവ്വാഴ്ച അവിടെ ചെല്ലുമ്പോൾ ആദ്യമായി അവർ ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ജോലി എന്താണ്? ഞാൻ പെട്ടെന്ന് അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ പഞ്ചാബിൽ മിഷണറി ആയിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു സ്റ്റാഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവരോട് പോയി സംസാരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഒരു ഫോം ഫില്ല് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അവർ എല്ലാ ഫോമും ഫില്ല് ചെയ്ത് ഒരു കാർഡ് ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ഞങ്ങൾ അത് കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യുമ്പോൾ 3 ലക്ഷം രൂപയുടെ കാർഡായിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു കഷ്ടം നൽകിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുമുണ്ട്. ഹല്ലേലൂയ. നാം വിശ്വസ്തരായിരുന്നാൽ മാത്രം മതി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുക്കലേക്ക് ചെന്നു. ഹല്ലേലൂയ. ഡോക്ടർ പ്രകാരം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു,
മോളെ 6 മാസത്തേക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് നടക്കത്തില്ല, കാരണം എല്ലാം ബുക്കിംഗ് ആയി കഴിഞ്ഞു, ഓപ്പറേഷൻ നടക്കത്തില്ല. അതിൽ ഞങ്ങൾക്ക് അല്പം നിരാശയുണ്ടായി, കാരണം 6 മാസം കഴിഞ്ഞാൽ ഇത് ശരീരം മൊത്തത്തിൽ സ്പ്രെഡായി മാറും, കാരണം 4ാമത്തെ സ്റ്റേജിന്റെ തുടക്കമാണ്. ഞങ്ങൾ വളരെയധികം ഭാരത്തോടെ ഭവനത്തിലേക്ക് പോയി. ബുധനാഴ്ച ദിവസം ഞങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാലുമേലിരുന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഒരു ദൈവദാസന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ആ ദൈവദാസൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു ഓപ്പറേഷനാണ് ദൈവം എന്നെ കാണിക്കുന്നത്, പക്ഷേ RCC ഹോസ്പിറ്റലിൽ ഒരു രേഖ നിനക്ക് വേണ്ടി ദൈവം മാറ്റി എഴുതുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്നാൽ 2:45 ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ സമയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ RCC ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. ഇന്ന് 4 മണിക്ക് അവിടെ എത്തിക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച രാവിലെ ഹല്ലേലൂയ അവളുടെ ഓപ്പറേഷൻ ചെയ്തു കൊടുക്കാം. ഹല്ലേലൂയ. 6 മാസം പറഞ്ഞ ഇടത്ത് ഒരു ദിവസം കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതകരമായി അവിടെ നടന്നു. ഹല്ലേലൂയ. എങ്ങനെയോ ഞങ്ങളെ ആ 4 മണിയായപ്പോൾ സഹോദരൻ അവിടെ എത്തിച്ചു. അതും കർത്താവിന്റെ കൃപയായിരുന്നു. അന്ന് രാത്രിയിൽ ഞാൻ ആ ഹോസ്പിറ്റൽ ഒറ്റയ്ക്കായി മാറി. കാരണം RCC ഹോസ്പിറ്റലിനകത്ത് ഭർത്താവിനെയോ മാതാവിനെയോ ആരെയും കയറ്റത്തില്ല, രോഗി മാത്രമേ അതിനകത്ത് പാടുള്ളൂ. ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ഞാൻ കർത്താവിനോടുകൂടെ സംസാരിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചില കഷ്ടതകൾ ദൈവത്തോട് അടുക്കുന്നതിന്, ദൈവത്തോട് സംസാരിക്കുന്നതിന്, ചില അനുഗ്രഹങ്ങൾക്ക് ദൈവം ഒരുക്കുന്ന ചില കഷ്ടതകളാണ്. അന്ന് രാത്രി ഞാൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വേദഭാഗമാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് വായിച്ചത്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആ വചനം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ആത്മശക്തിയാലെ ഞാൻ ഹല്ലേലൂയ അവിടെ നിറയുവാനായിട്ടിടയായി. അന്ന് വരെ ഉണ്ടായിരുന്ന ഭയം എന്നിൽ നിന്നും മാറി. ഹല്ലേലൂയ. നിരാശകൾ മാറി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇല്ല, ഒന്നിനും ഞാൻ ചോദ്യം ചോദിക്കത്തില്ല, ദൈവം നൽകുന്നത് ഞാൻ എന്തും ഹല്ലേലൂയ സഹിക്കാം. കാരണം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കഷ്ടതകൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളോടുള്ള കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. ആ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തൊക്കെയോ എത്രയോ കഷ്ടങ്ങൾ സഹിച്ചു, നമുക്ക് ചെറിയ വേദനകൾ സഹിച്ചുകൂടായോ എന്നുള്ള ചിന്ത എന്നിൽ വന്നു. ഹല്ലേലൂയ. അന്ന് ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ എൻ്റെ ഓപ്പറേഷൻ നടന്നു സക്സസ് ആയിട്ട്. ഹല്ലേലൂയ. ഈ 4ാമത്തെ സ്റ്റേജ് തുടങ്ങിയിട്ടും ഡോക്ടർ പറഞ്ഞു, ഒരു കണിക പോലും സ്പ്രെഡ് ആയിട്ടില്ല, ദൈവത്തിന്റെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ ഇടത്ത് ഹല്ലേലൂയ എൻ്റെ ആ ബ്രസ്റ്റ് എടുത്തു മാറ്റാതെ ആ മുഴ മാത്രം എടുത്തു മാറ്റി, പിന്നെ കൈയുടെ ആ ലിംഫും എല്ലാം കട്ട് ചെയ്ത് അവർ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നാം ക്രിസ്തുവിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതകരം അവിടെയും വെളിപ്പെട്ടു. അത് കഴിഞ്ഞ് എന്നെ 6 കീമോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 2ാമത്തെ കീമോതെറാപ്പിയിൽ തന്നെ മുടി മുഴുവനും നഷ്ടമായി. മൊത്തത്തിൽ ഒരു മുടി പോലും ഇല്ലാതെ ഞാൻ ആയിത്തീർന്നു. പലർക്കും അറിയാം കീമോ ചെയ്യുന്നത് ഹല്ലേലൂയ വളരെയധികം കഠിന അസ്വസ്ഥതകളിലൂടെ, വേദനകളിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ. ഹല്ലേലൂയ. പുറത്തിറങ്ങാൻ കഴിയത്തില്ല, ആളുകൾ നിന്ദിക്കും, കാരണം എല്ലാവരും ചോദിക്കും ഇവൾക്ക് എന്തോ പറ്റി. പക്ഷെ ഞാൻ 2 സ്കാർഫ് തലയിൽ കെട്ടും, പക്ഷേ അന്നും ഞാൻ ദൈവത്തെ ആരാധിക്കാൻ പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരുണയാ. ഹല്ലേലൂയ. എന്നാൽ 3ാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് ചെറിയ അസ്വസ്ഥതയുണ്ടായി. ഹല്ലേലൂയ. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഇപ്രകാരം പറയും, നീ ഇന്ന് മരിച്ചു പോകും. എന്നാൽ ഞാൻ അതിന് എതിരായി വചനം പറയുന്നു, ഇല്ല, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. അറിയത്തിൽ ഒരു 5 മണി സമയമായപ്പോൾ സഹിക്കാൻ കഴിയാത്ത നെഞ്ചിന് ചില അസ്വസ്ഥതകളാൽ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ പഞ്ചാബിലാണ്. ഞാൻ മമ്മിയോട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ചെറിയൊരു അസ്വസ്ഥത
തോന്നുന്നു എന്ന് പറഞ്ഞ് ഞാൻ കിടന്നു. അത് മാത്രമേ എനിക്കറിയാവൂ. ഹല്ലേലൂയ. ഏകദേശം 1.5 മണിക്കൂറോളം ജീവൻ നിലച്ചവളായി. ഹല്ലേലൂയ. എല്ലാവരും അറിഞ്ഞു. ബന്ധുക്കളും ചർച്ചിലുള്ളവരൊക്കെ ഭവനത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഏകദേശം ഒരു 500ഓളം അടുപ്പിച്ച് ആൾക്കാർ എന്റെ ഭവനത്തിലുണ്ട്. കാരണം റീത്ത മരിച്ചു എന്ന് പറഞ്ഞു വന്നവരാണ്. പക്ഷേ അവിടെ ചില ദൈവദാസന്മാർ, ഹല്ലേലൂയ, ദൈവത്തിന് പ്രസാദം ചെയ്യുന്ന അഭിഷിക്തന്മാരുണ്ടായിരുന്നു. അവരോട് ദൈവാത്മാവ് പറഞ്ഞു, അവൾ കിടക്കുന്ന ബെഡിന് ചുറ്റും മുഴങ്കാലിന്മേൽ നിൽക്കുവാൻ അവർക്കൊരു പ്രേരണയുണ്ടായി. അപ്രകാരം അവർ സ്വർഗത്തിലേക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തോട് നിലവിളിച്ചു, കർത്താവെ, ഇപ്പോൾ ഇവളുടെ ജീവനെ എടുക്കരുതേ. ഹിസ്കിയാവിന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്തവൻ അങ്ങാണെങ്കിൽ ഇവിടെ ഇന്നൊരു അത്ഭുതം ചെയ്യണം. ഇവൾക്ക് മടങ്ങി കർത്താവെ പഞ്ചാബിലേക്ക് പോകുവാനുള്ള ഒരു ആത്മശക്തിയുമായി അവളുടെ ജീവനെ മടക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവദാസൻ ഇപ്രകാരം ദൂതന്മാർ എൻ്റെ അരികിൽ നിൽക്കുന്നതും ഹല്ലേലൂയ ഇങ്ങനെ ചേർത്ത് കൊണ്ടുപോകാനുള്ള അനുഭവം ആ ദൈവദാസൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയട്ടെ, 1.5 മണിക്കൂറിന് ശേഷം ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ഭവനം നിറച്ച ആൾക്കാരാണ്. അവരെല്ലാം വാവിട്ട് കരയുന്നുണ്ട്. എല്ലാവരും നിലവിളിക്കുന്നു. എൻ്റെ മാതാവെല്ലാം വളരെയധികം നിലവിളിക്കുന്നു. എനിക്കറിയത്തില്ല എനിക്ക് എന്താ സംഭവിച്ചേ. അവർ ഇപ്രകാരം പിന്നീട് എന്നോട് പറഞ്ഞു, 1.5 മണിക്കൂറായി നീ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. എല്ലാവരും പറഞ്ഞു നീ മരിച്ചു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയട്ടെ, ജീവിക്കുന്ന ദൈവം, ഹല്ലേലൂയ, എന്നെ ആ ദേശത്ത് ദൈവം മാനിക്കുവാനായിട്ട് ഇടയായി. കാരണം ഒത്തിരി പേർ എന്നെ നിന്ദിച്ച അനുഭവം എനിക്കുണ്ട്. നീ പാപം ചെയ്തത് കൊണ്ടാണെന്നും, ഹല്ലേലൂയ, ഇവൾ ഇനി 6 മാസം ജീവിക്കത്തില്ല എന്നും ലോകം വിധി എഴുതി. കൂടെ ഇരുന്ന് ആരാധിച്ചവർ വിധി എഴുതിയപ്പോൾ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, 6 മാസം എഴുതി വെച്ച രേഖകളെ മാറ്റി ഇന്ന് 10 വർഷം കഴിയുന്നു. കർത്താവിന്റെ കൃപയാൽ ഞാൻ ഇന്നും ജീവിക്കുന്നു. ദൈവജനം പഠിക്കുന്നല്ലോ, എന്റെ യേശു ജീവിക്കുന്നു, ആയതിനാൽ ഞാനും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പുകഴ്ചയൊന്നുമല്ല. ഒരു സെക്കൻഡ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ അത് എന്റെ യേശു പപ്പായുടെ കൃപ ഒന്നു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6 കീമോ കഴിഞ്ഞു. 30 റേഡിയേഷൻ എന്റെ ശരീരത്തിൽ ചെയ്തു. ഹല്ലേലൂയ. വല്ലാത്ത വേദന, സഹിക്കാൻ കഴിയാത്ത അസ്വസ്ഥതകൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ഈ മയക്കാതെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ദൈവം തരുന്ന ദർശനം കാൽവറിയിലെ ദർശനമായിരുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച വേദനകൾ, ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ, ആ ദർശനങ്ങളെ ദൈവം എനിക്ക് വരച്ചു കാട്ടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവം എനിക്ക് ധൈര്യം നൽകി. ഹല്ലേലൂയ. ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ഭയപ്പെട്ടിരുന്ന ഞാൻ, ഹല്ലേലൂയ, ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് എല്ലാവർക്കും അതിശയമായി മാറി. ഹല്ലേലൂയ. ഇപ്രകാരം ആ മരണത്തിന്റെ അവസ്ഥ വരെ എൻ്റെ മമ്മിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് ക്യാൻസർ ആണെന്ന്. ഹല്ലേലൂയ. അന്നാണ് ഒരു അയൽവാസിയിലൂടെ അവർ അറിഞ്ഞത് എനിക്ക് ക്യാൻസർ ആണെന്ന്. ഞങ്ങൾ അമ്മയോട് പറഞ്ഞിരുന്നത് ഒരു ചെറിയ മുഴയുണ്ട്, അതെടുത്ത് മാറ്റണമെന്നാണ്. കാരണം മമ്മിക്ക് താങ്ങുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവം അവിടെയും ഞങ്ങളെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. 30 റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഇവളെ നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത്, ഇവൾക്ക് ചൂട് സഹിക്കാൻ കഴിയത്തില്ല. കാരണം നോർത്ത് ഇന്ത്യയിൽ ചൂടായാൽ 50 ഡിഗ്രിയോളം ചൂടാണ്. അല്ലെങ്കിൽ ഇവളെ കൊണ്ട് അത് താങ്ങാൻ കഴിയത്തില്ല. പക്ഷെ ഞങ്ങളോട് പറഞ്ഞു, കേരളത്തിൽ ഒരു ചർച്ച് ഞങ്ങൾ നിങ്ങൾക്ക് തരാം, അവിടെ കർത്താവിന്റെ വേല ചെയ്യാൻ. ഹല്ലേലൂയ. അന്ന് പറഞ്ഞവരോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ താമസിച്ചിരുന്ന കുറാളി എന്ന് പറയുന്ന പട്ടണത്തിൽ ഒത്തിരി പേർ പറഞ്ഞു റീത്ത മരിച്ചു, അവർ അറിഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ ജീവിക്കുന്ന ഒരു സാക്ഷിയായി എനിക്ക് പോകണം. ഹല്ലേലൂയ. ഞങ്ങൾ 30 റേഡിയേഷൻ കഴിഞ്ഞ ആ മാസം തന്നെ കർത്താവിൽ ആശ്രയിച്ചു ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പ്രിയരെ, ഒത്തിരി പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും കർത്താവിന്റെ കൃപയാൽ ദൈവം ഇന്നും നിലനിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാനിതെല്ലാം പറഞ്ഞതിന്റെ കാരണം, നാം ചെറിയ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ നാം സഹിക്കുകയാണെങ്കിൽ ദൈവം ചില അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, വെച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ അവൻ നമുക്കായി ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഇങ്ങനെ ഈ റേഡിയേഷൻ കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ ഞാൻ തമാശയ്ക്ക് ഞാൻ അച്ചായിയോട് പ്രകാരം പറഞ്ഞു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ ഒരു ദിവസം ഒന്ന് ഫ്ലൈറ്റിൽ കയറ്റാമോ എന്ന് ചോദിച്ചു.
എനിക്കറിയാം പാസ്റ്ററെ കൊണ്ട് കഴിയത്തില്ല എന്ന്. പക്ഷേ അന്ന് പാസ്റ്റർ പ്രകാരം പറഞ്ഞു, നിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ചിരിച്ച് അതങ്ങ് മറന്നു കളഞ്ഞു. എന്നാൽ 25 വർഷങ്ങൾക്ക് മുൻപ്, എന്റെ വിവാഹത്തിന് മുമ്പ് കർത്താവ് ഹല്ലേലൂയ എനിക്ക് വാഗ്ദത്തം നൽകിയിരുന്നു, നിന്നെ ഞാൻ മാനിക്കും, നീ അറിയപ്പെടാത്ത കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഹല്ലേലൂയ അന്ന് വരെ ഫ്ലൈറ്റിൽ കയറാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ 2024 നവംബർ മാസം ഞങ്ങൾക്ക് ഷാർജയിൽ പോകാൻ ദൈവം ഒരു ഭാഗ്യം നൽകി. അതും ഫ്രീ ആയിട്ട് പോകാനും ഫ്രീ ആയിട്ട് മടങ്ങി വരാനും. മറ്റൊന്നുമല്ല, ഒരു ദൈവദാസന് ദൈവം കൊടുത്ത വിഷൻ ഇപ്രകാരമായിരുന്നു, നോർത്ത് ഇന്ത്യയിൽ 20 വർഷം കഴിഞ്ഞ ചില മിഷണറിമാരെ ഷാർജയിലേക്ക് കൊണ്ടുപോകണം, ദുബായ് ഒക്കെ കാണിക്കണം. അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത 28 സ്റ്റേറ്റിലെ മിഷണറിമാരിൽ പഞ്ചാബിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഞങ്ങളെ ആയിരുന്നു. ഹല്ലേലൂയ. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് ഞാൻ ഇത് പറഞ്ഞത് പുകഴ്ചയ്ക്കല്ല. ഹല്ലേലൂയ. നാം ക്രിസ്തുവിന് വേണ്ടിയാണോ ഇറങ്ങിയത്? നാം ക്രിസ്തുവിന് വേണ്ടിയാണോ കഷ്ടം സഹിക്കുന്നത്? ഹല്ലേലൂയ. എങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നമ്മിൽ നിറവേറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയിൽ വളരെയധികം ദൈവപ്രവൃത്തി ദൈവം ചെയ്തു. ഹല്ലേലൂയ. ഞങ്ങൾ മടങ്ങി വന്നപ്പോൾ ഞങ്ങളോട് കൂടെ ആരാധിച്ച പലരും ഞങ്ങളെ വിട്ടുപോയി മറ്റു ചർച്ചുകളിലേക്ക്. പക്ഷേ ആന്റി ഇപ്പോഴും 17 വർഷമായി ഞങ്ങളോടൊപ്പം അവർ കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഞങ്ങൾ ഒന്നേന്ന് പുതിയതായി വർക്ക് തുടങ്ങും പോലെ എല്ലാ ഇടങ്ങളിലും ട്രാക്ട് കൊടുത്തു. എല്ലാ ഇടങ്ങളിലും ദൈവം വിടുവിച്ച സാക്ഷ്യങ്ങളെ പറഞ്ഞു. ഏകദേശം 4 ക്യാൻസർ പേഷ്യന്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം നൽകി. ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ ഈ അസുഖത്തിന് ശേഷം ഞങ്ങൾ പിന്നെ പ്രാർത്ഥിച്ച് നേടിയ ഒരു 10-35ഓളം വിശ്വാസികൾ ഞങ്ങളോടൊപ്പം ഇപ്പോൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. അന്ന് ഭാരപ്പെട്ട സമയങ്ങളിൽ കർത്താവിന്റെ കൃപ കൂടെയിരുന്നു. ഹല്ലേലൂയ. അന്ന് ഞാൻ ഈ വേദന വന്നപ്പോൾ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ഈ കഷ്ടത മുഖാന്തരം എന്താണ് അങ്ങ് ചെയ്യുന്നത്? അന്ന് ദൈവാത്മാവ് എന്നോട് ഇപ്രകാരമാണ് സംസാരിച്ചത്. ഹല്ലേലൂയ. ചില കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ചിലരുടെ മുമ്പിൽ അവരുടെ വേദന അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവരുടെ അടുക്കലേക്ക് ചെന്ന് അവരുടെ കഷ്ടത മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം ഈ വേദനകളിലൂടെ കടത്തിവിട്ടത്. അതേ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ മറ്റുള്ളവരുടെ വേദനകൾ. ഹല്ലേലൂയ. അവരുടെ മുൻപിൽ കർത്താവ് ഇന്നും ബലപ്പെടുത്തുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, വലത് കരം കൊണ്ട് 1 കിലോ വെയിറ്റ് പോലും കയ്യിലെടുക്കരുത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഒരു ഭവനത്തിലെ എല്ലാ ജോലികളും ചെയ്യാനും ഹല്ലേലൂയ മിനിസ്ട്രിക്ക് പോകാനും ദൈവം സഹായിക്കുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ താമസിക്കുന്നിടത്ത് നിന്ന് 80 കിലോമീറ്റർ മാറി ഒരു വില്ലേജ് ഞങ്ങൾക്കൊരു പ്രവർത്തനമുണ്ട്. ഹല്ലേലൂയ. അത് ഒരു സൈഡ് 80 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഹല്ലേലൂയ. ഏകദേശം 2 മണിക്കൂറോളം എടുക്കും. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾ ബൈക്കിൽ ഹല്ലേലൂയ യാത്ര ചെയ്ത് പോയി വരും. എന്നാലും ദൈവത്തിന്റെ കൃപ ഇന്നും കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിനുള്ള ബലം തരുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇന്നും പല കഷ്ടങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോകുന്നുവെങ്കിലും ദൈവം ഹല്ലേലൂയ കൂടെയുണ്ട്. പലപ്പോഴും പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കും, കർത്താവേ, ഈ വേദനയൊന്ന് മാറ്റി തന്നുകൂടായോ? അന്നെല്ലാം ദൈവം എനിക്ക് തരുന്ന വചനം അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞതുപോലെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ശൂലങ്ങൾ, ചെറിയ വേദനകൾ ഹല്ലേലൂയ നാം പിറുപിറുപ്പായി അത് എടുക്കരുത്. കാരണം അത് നമ്മളിൽ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ആഴം കൂടും, നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നമുക്ക് അധികമായി ദൈവ വചനത്തിൽ നിൽപ്പാൻ കഴിയത്തുള്ളൂ. ആദ്യമേ നാം കേട്ടല്ലോ, നാം ഏത് കാര്യത്തിനും ദൈവവചനം, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവവചനമായിരിക്കണം. നാം പ്രസ്താവിക്കുന്നത് ദൈവവചനമായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ കോവിഡ് സമയമായപ്പോൾ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് കോവിഡ് ബാധിതരായി.
ഹല്ലേലൂയ. ഞങ്ങൾ അന്ന് ഫേസ്ബുക്കിലൊക്കെ ഞങ്ങൾ വൈറലായി. കാരണം റീത്ത സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ്, അവൾ ഇനി രക്ഷപ്പെടത്തില്ല. കാരണം ക്യാൻസർ ട്രീറ്റ്മെന്റിനോടൊപ്പം ഇത് വന്നവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഹല്ലേലൂയ, മരണത്തോട് മല്ലടിക്കുന്ന അനുഭവം. എൻ്റെ 2 കുഞ്ഞു മക്കൾ ഭവനത്തിൽ, ഞാനും ഹസ്ബൻഡും ഹോസ്പിറ്റലിൽ. ഹല്ലേലൂയ, പാസ്റ്റർക്ക് അതോടൊപ്പം ന്യൂമോണിയയും ബാധിച്ചു. ഞങ്ങളെ ആംബുലൻസ് വന്ന് കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ വിചാരിച്ചു മറ്റാരെയോ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുന്നു. കാരണം അവരുടെ മുമ്പിൽ ധൈര്യത്തോടു കൂടി അതിനകത്ത് കയറി. കാരണം സുവിശേഷ വേലയല്ലേ, അവർ നമ്മെ നിന്ദിക്കുമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ ഹല്ലേലൂയ, ദൈവം അന്നും ബലം നൽകി. ഹല്ലേലൂയ, മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോഴും ഹല്ലേലൂയ, ദൈവ സ്നേഹം ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയരെ, ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ, അത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, നീ എനിക്കുള്ളവൻ തന്നെ. നമ്മെ ദൈവം വിലയേറിയവനും മാന്യനുമായി കർത്താവിന്റെ വേലയിലാക്കിയിരിക്കുന്നത് നമ്മുടെ കഴിവോ മിടുക്കോ അല്ല. ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, ധനവാന്മാരെ അല്ലെങ്കിൽ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ഒന്നിനും വേണ്ടാതിരുന്ന, ആർക്കും വേണ്ടാതിരുന്ന നമ്മെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ വിവാഹത്തിന് മുമ്പ് എൻ്റെ കൂടെ ഇരുന്ന് ആരാധിച്ചവർ നിന്ദിച്ചപ്പോൾ, അവരൊക്കെ പരിഹസിച്ചപ്പോൾ, പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇന്ന് അവരുടെ മുൻപിൽ ഹല്ലേലൂയ ഒരു മാന്യത നൽകി ദൈവം ഞങ്ങളെ മാനിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ദേശത്ത് ദൈവം അവകാശികളാക്കി തീർക്കുമെന്ന്. ആ കഷ്ടതകൾ അന്ന് സഹിച്ചതുകൊണ്ട്, ക്രിസ്തുവിന് വേണ്ടി നിന്നതുകൊണ്ട്, പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2024 ഞങ്ങൾക്ക് ഈ ദേശത്ത് ചർച്ചിന് വേണ്ടി അല്പം സ്ഥലം വാങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ചില വ്യക്തികളിലൂടെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ, ഞങ്ങളെ ദൈവം അവകാശികളാക്കി ഈ ദേശത്ത് മാറ്റി. ഹല്ലേലൂയ, ദൈവത്തിന്റെ ആ വല്ലഭത്വമുള്ള കൃപ എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കുവാൻ അസാധ്യമാണ്. കാരണം അത്രയും അത്ഭുതങ്ങളാണ് ദൈവം ഓരോ നിമിഷവും ഞങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, മരണത്തിന്റെ കെണികൾ, ഹല്ലേലൂയ, കൂരിരുളിന്റെ താഴ്വരകളിലൂടെ, അന്ധകാരത്തിലൂടെ ഹല്ലേലൂയ കടന്നു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. പ്രിയമുള്ളവരെ, ആരെങ്കിലും ഏതെങ്കിലും രോഗത്താലോ, ഏതെങ്കിലും വേദനയാലോ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാലോ, ഏതെങ്കിലും കഷ്ടതയിലൂടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ഈ സമയം എൻ്റെ അനുഭവത്തോടുകൂടെ വിളിച്ചു പറയാം, ഹല്ലേലൂയ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ക്രിസ്തുവിന് വേണ്ടി നാം ഇറങ്ങിയെങ്കിൽ, നാം ക്രിസ്തുവിന്റെ സാക്ഷികളായി തീർന്നെങ്കിൽ, നാം ക്രിസ്തുവിന്റെ ഹല്ലേലൂയ അനുകാരികളായി മാറിയെങ്കിൽ, ദൈവവചനം പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആലയത്തിൽ ഹല്ലേലൂയ കടന്നു വന്ന പലരുടെയും ജീവിതങ്ങളിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ മാതാവിന്റെ ജീവിതത്തിൽ അവരുടെ മകൻ മരിച്ചു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പൂജാരികൾ വന്ന് അവന്റെ മരണാനന്തര ശുശ്രൂഷ ചടങ്ങുകൾ വരെ ചെയ്തതാണ്. ഹല്ലേലൂയ, 10 വർഷമായി അവൻ ആ ദേശം വിട്ടു പോയിട്ട്. പക്ഷേ പ്രാർത്ഥനയുടെ ഫലമായി 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവനെ മടക്കി വരുത്തി. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ, ഭൂതബാധിതർ വിടുവിക്കപ്പെടുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങൾ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തിയെ എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, നാം ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ, ആദ്യമേ നാം കേട്ടതുപോലെ പിറുപിറുക്കാതെ ഹല്ലേലൂയ ദൈവം നൽകുന്നത് നാം സന്തോഷത്തോടെ സഹിച്ചാൽ, ഹല്ലേലൂയ, അനുഗ്രഹങ്ങൾക്ക് മീതെ നന്മകളെ നൽകി സ്വർഗത്തിലും യുഗത്തിലും ഹല്ലേലൂയ പരത്തിലും സ്വർഗം നമ്മെ മാനിക്കുവാൻ ശക്തനാണെന്ന് ഞാൻ എൻ്റെ ജീവിത അനുഭവത്തോടുകൂടെ ഈ രാത്രിയിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം ദൈവകരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ മുന്നേറുന്നു. ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഞാൻ ആദ്യമേ കേട്ടു നിങ്ങൾ ഹല്ലേലൂയ 24 മണിക്കൂർ പ്രയർ ലൈനിലാണെന്ന്. ഹല്ലേലൂയ, പ്രത്യേക ഞങ്ങളൊരു പ്രാർത്ഥനാ വിഷയം മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഹല്ലേലൂയ, ഞങ്ങൾ ആരാധനാലയത്തിന് സ്ഥലം വാങ്ങി എത്രയും വേഗത്തിൽ ഈ 2025 ഒരാലയം പണിത് അത് ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ച് അതിൽ ആരാധന തുടങ്ങുമ്പോൾ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങൾ
താമസിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾക്ക് നന്നായി സ്വാതന്ത്ര്യത്തോടു കൂടി ആരാധിക്കാൻ കഴിയുന്നില്ല, കരങ്ങളെ അടിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾ എല്ലാം ബന്ദ് ചെയ്തിട്ട് അതിനകത്ത് സൗണ്ട് കുറച്ച് ആരാധിക്കുന്ന ഒരു അനുഭവമാണ് ഈ ദിവസങ്ങൾ. കാരണം താമസിക്കുന്ന ഭവനങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുന്നു. ഇപ്പോഴും വാടക ഭവനത്തിലാണ്. ദൈവം ഒരു അത്ഭുതം ചെയ്യേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ ഈ രാത്രിയിൽ ചോദിക്കുന്നു. ഹല്ലേലൂയ. ഇതിൽ കൂടിയിരിക്കുന്ന എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഹല്ലേലൂയ സമയം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ അപ്പറും പ്രയർ ലൈനിലൂടെ അങ്ങയുടെ കർത്താവേ ഹല്ലേലൂയ അങ്ങ് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് സാക്ഷിപ്പാൻ ദൈവം ഈ ഏഴയ്ക്കും ഒരു അവസരം നൽകി. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പേർ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവേ. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാരങ്ങളോ ഏതെങ്കിലും നിരാശ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവർക്കൊരാശ്വാസമായി, അവർക്കൊരു വിടുതലായി, ധൈര്യമായി തീരേണ്ടതിന് ഈ രാത്രിയിൽ കർത്താവെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലായി സമർപ്പിക്കുന്നപ്പാ. ഈ അപ്പർ പ്രയർ ലൈനിലെ ദൈവം അനുഗ്രഹിക്കണമേ. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസനെ, കുടുംബത്തെ, അതുപോലെ പ്രയർ കോർഡിനേറ്ററുകളെ എല്ലാവരും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കണമേ. അവർ ഏതെല്ലാം ഇടങ്ങളിൽ ഇരുന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നുവോ അതെല്ലാം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി തീരേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവകൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. പ്രത്യേകാൽ എനിക്ക് ആമേൻ. ഇപ്രകാരം ഒരവസരം നൽകിയ ഈ അപ്പർ റൂം പ്രയർ ലൈനിലോടും കർത്താവിന്റെ ദാസനോടും ഈ പ്രയർ കോർഡിനേറ്റർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസിയോട് എല്ലാവരോടുമുള്ള ഒരിക്കൽ കൂടെ എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ താണിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.